ഒക്ടോബർ 6 വിശുദ്ധ ബ്രൂണോയുടെ തിരുനാളിൽ ആഗോള സഭ. ജർമ്മനിയിലെ കൊളോൺ നഗരത്തിലെ ഒരു കുലീന കുടുംബത്തിലാണ് ബ്രൂണോ ജനിച്ചത്. റിംസിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും മഹത്വമെന്ന് വിളിക്കപ്പെടത്തക്ക വിധം ബ്രൂണോ പണ്ഡിതനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. റിംസ് മെത്രാൻ വക ഒരു വിദ്യാലയത്തിൽ അദ്ദേഹം കുറെ നാൾ പഠിച്ചിരുന്നു. അക്കാലത്ത് ബ്രൂണോ റിംസ് രൂപതയുടെ താങ്ങായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 45 വയസ്സുള്ളപ്പോൾ ബ്രൂണോ റിംസ് രൂപതയുടെ ചാൻസലറായി. 7-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ താൽപര്യം അനുസരിച്ച് വൈദികരുടെ വിശുദ്ധീകരണത്തിനായി അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് താൻ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതായി ഒരു സ്വപ്നം കണ്ടു. ലാൻഡ്രിൻ, സ്റ്റീഫൻ തുടങ്ങിയ കൂട്ടുകാരോടുകൂടി 1048 ഗ്രനോബിളിൽ പോയി അവിടുത്തെ ബിഷപ്പ് വിശുദ്ധ ഹ്യൂഗിനോട് അദ്ദേഹത്തിന്റെ രൂപതയിൽ ഒരു വിജനപ്രദേശത്ത് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുവാൻ കുറെ സ്ഥലം വിട്ടുകൊടുക്കാൻ അഭ്യർത്ഥിച്ചു. പുണ്യവാനായ മെത്രാൻ കാത്രൂസ് എന്ന വിജനപ്രദേശം അവർക്ക് ദാനം ചെയ്തു. അതാണ് കാർത്തൂസ്യൻ സഭയുടെ ആരംഭം. സഭയുടെ നാമം തന്നെ ഈ സ്ഥലത്തിന്റെ പേരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ബ്രൂണോ അവിടെ ഒരു പ്രാർത്ഥനാലയം നിർമ്മിച്ചു. ഓരോ സന്യാസിക്കും വെവ്വേറെ കൊച്ചു മുറികൾ ഉണ്ടാക്കി. കാലത്തും വൈകുന്നേരവും കനോന നമസ്കാരത്തിന് മാത്രം അവർ ഒരുമിച്ച് കൂടിയിരുന്നു. ശേഷം സമയമെല്ലാം ഏകാന്തമായ പ്രാർത്ഥനയും അധ്വാനവും മാത്രമായി ചെലവഴിച്ചു. പ്രധാന തിരുനാളുകളിൽ അവർ ഒരുമിച്ച് ഭക്ഷിച്ചിരുന്നു. കൈയെഴുത്ത് പ്രതികൾ പകർത്തുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. 6 കൊല്ലത്തിന് ശേഷം ബ്രൂണോയുടെ വിശുദ്ധിയെപ്പറ്റി കേട്ട് ഉർബൻ 2-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ റോമായിലേക്ക് വിളിപ്പിച്ചു. കഠിനമായ ജീവിതനിഷ്ഠയായിരുന്നു വിശുദ്ധ ബ്രൂണോ സ്ഥാപിച്ച കാർത്തൂസ്യൻ സഭയുടെ മുഖമുദ്ര. 71-ാമത്തെ വയസ്സിലാണ് ബ്രൂണോ കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. വിശുദ്ധ ബ്രൂണോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.